ക്ലാസ്സസ് ഹിന്ദിയിലേക്ക് സ്വാഗതം. മക്കളെ, 10ാം ക്ലാസ്സിലെ 3rd യൂണിറ്റിലെ 2nd ചാപ്റ്ററാണ് മധുരഭജൻ. മധുരഭജൻ ദോഹയാണ്. 3 കവികളുടെ ദോഹയാണ് തന്നിരിക്കുന്നത്. 1 കബീർദാസ്, 2 തുളസീദാസ്, 3 റഹീം എന്നിങ്ങനെ. കബീർദാസിൻ്റെ 2 ദോഹകൾ, തുളസീദാസിൻ്റെ 2 ദോഹ, റഹീമിൻ്റെ 2 ദോഹ എന്നിവ. ദോഹ എക്സാമിന് നിങ്ങൾക്ക് ചോദിക്കുന്നത് ഒരു ദോഹ തന്നിട്ട് അതിൻ്റെ ആശയം എഴുതുക, അല്ലെങ്കിൽ സമാനാർത്ഥമായിട്ടുള്ള ശബ്ദങ്ങൾ, സമാനാർത്ഥി ശബ്ദം എഴുതുക എന്നൊക്കെയാണ്. അതുകൊണ്ട് നോക്കിയിരിക്കണം, ക്വസ്റ്റ്യൻ കാണും, പരീക്ഷിക്കുക കേട്ടോ. നോക്കിയ 1ാമത്തെ ദോഹ എഴുതിയത് കബീർദാസാണ്. അദ്ദേഹത്തെ നോക്കിയ കബീർദാസ് ജനിച്ചത് കാശിയിലാണ്. വേ കവി അവർ സമാജ സുധാരക് ഥേ. അദ്ദേഹം ഒരു കവിയും സാമൂഹിക പരിഷ്കർത്താവും ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ രചനകളാണ് സാഗി, സമ്മദ്, റമൈനി എന്നിവ. നോക്കി അദ്ദേഹത്തിൻ്റെ ദോഹയിൽ നോക്കിയേ. ഐസി ബാണി ബോലിയെ മൻ കാ ആപ്പാ കോയ് അപ്പനാ തൻ സീതൽ കരെ ഔറൻ കോ സുഖ് ഹോയ്. ബാണി വാക്ക് അല്ലേ, അപ്പം അഹങ്കാരം, തൻ ശരീരം, ഔറൻ മറ്റുള്ളവർ. ഇനി നോക്കിയേ, കബീർദാസ് പറയാണ് ഇങ്ങനെയുള്ള വാക്കുകളെ സംസാരിക്കാവൂ. അതായത് മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ മനസ്സിനെ അഹങ്കാരം, നമ്മുടെ മനസ്സിലുള്ള അഹങ്കാരത്തെ ഉപേക്ഷിച്ച് വേണം സംസാരിക്കാൻ. അപ്പനാ തൻ സീതൽക്കരെ, അതുകൊണ്ട് നമ്മുടെ മനസ്സിന് ശാന്തി ലഭിക്കും, അല്ലെ കിട്ടും. ഔറൻ കോ സുഖ് ഹോയ്, അതുപോലെ തന്നെ മറ്റുള്ള ആൾക്കാർക്ക് സുഖം ലഭിക്കുകയും ചെയ്യും എന്നാണ് കബീറിൻ്റെ അഭിപ്രായം. നോക്കിയേ, മനുഷ്യൻ എന്ത് ചെയ്യുന്നു? മറ്റുള്ളവർക്ക് കേൾക്കാൻ സുഖമുള്ളതും സ്വന്തം മനസ്സിനെ കുളിർമ നൽകുന്നതുമായ വാക്കുകൾ മാത്രമേ ഉപയോഗിക്കാവൂ എന്നാണ് അദ്ദേഹം അറിയിക്കുന്നത്. 2ാമത്തെ ദോഹ നോക്കിയേ. സാധു ഐസ ചാഹിയെ ജൈസ സൂപ്പ് സുഫായെ സാർ സാർ കോ ഗാഹി രഹേ ധോദാ ദേയ് ഉഡായേ. സൂപ്പ് എന്ന് വെച്ചാൽ മുറം, സുഫായെ സ്വഭാവം, സാധു എന്ന് വെച്ചാൽ മഹാജ്ഞാനികൾ, ശ്രേഷ്ഠന്മാർ. ഇനി നോക്കിയേ, സാധു ഐസ ചാഹിയെ ആറെ ജൈസ സൂപ്പ് സുഫായെ. ജ്ഞാനികളെ, ശ്രേഷ്ഠന്മാരെ മുറവുമായിട്ട് കമ്പയർ ചെയ്തിരിക്കുകയാണ് അദ്ദേഹം. മുറത്തിൻ്റെ സ്വഭാവം ഉള്ളവർ ആയിരിക്കണം സാധുക്കൾ, അതായത് മഹാജ്ഞാനികൾ. സാറ് സാറുക്കോ ഗാഹി എന്ന് വെച്ചാൽ ഗ്രഹൺ കർണ. മുറം എന്താ ചെയ്യുന്നത് നോക്കിയേ, നല്ല ധാന്യങ്ങളെ സ്വീകരിച്ച് അതിൻ്റെ മാലിന്യങ്ങളെ ഉപേക്ഷിക്കുകയും ചെയ്യുന്നു. അതുപോലെ തന്നെ സാധുക്കൾ, സന്യാസിവര്യന്മാർ അല്ലെങ്കിൽ മഹാജ്ഞാനികളായിട്ടുള്ള ആൾക്കാർ നന്മയെ സ്വീകരിക്കുകയും തിന്മയെ ഉപേക്ഷിക്കുകയും ചെയ്യുക എന്ന സന്ദേശം അദ്ദേഹം നൽകുന്നു. അതാണ് 2 ദോഹ കേട്ടോ. അടുത്ത നോക്കിയ തുളസീദാസാണ്. അദ്ദേഹം രാമഭക്തി ധാരയിലെ പ്രസിദ്ധ കവിയാണ്. അദ്ദേഹത്തിൻ്റെ പ്രധാന രചനകൾ രാമചരിതമാനസ്, വിനയപത്രിക, കവിതാവലി, ഗീതാവലി എന്നിവ ആണ്. അദ്ദേഹത്തിൻ്റെയും 2 ദോഹകളാണ്. ആദ്യത്തെ നോക്കിയേ. ദയാ ധർമ്മ കാ മൂൽ ഹേ. ദയാ ദയാ ധർമ്മ ആരാധന. ദയ ആരാധന, അതായത് നമ്മുടെ തുളസീദാസ് ആണ്. തുളസീദാസ് പറയുന്നു ആരാധന എന്നത് ഏതാണ്? ദയ എന്ന ഭാവനയിൽ നിന്നുമാണ് ഉണ്ടാകുന്നത്. ഒരു വ്യക്തിയോടെ ആരാധന ഉണ്ടാകുന്നത് നമ്മുടെ ദയ എന്ന ഭാവനയിൽ നിന്നാണ് ആരാധന ഉണ്ടാകുന്നത്. പാപമൂലെ അഭിമാനെ, എന്നാൽ എന്താ? അഹങ്കാരം പാപത്തെ മാത്രമേ സൃഷ്ടിക്കുകയും ചെയ്യുള്ളൂ. പാപത്തെ സൃഷ്ടിക്കുകയാണ് അഹങ്കാരം ചെയ്യുന്നത്. ആരാധന അതായത് ആരാധന ദയ എന്ന ഭാവനയിൽ നിന്നാണ് ഉണ്ടാകുന്നത്. അതുപോലെ പാപത്തെ സൃഷ്ടിക്കുകയാണ് അഹങ്കാരം ചെയ്യുന്നത്. തുളസി പറയുന്നു ദയ എന്ന ചോടിയെ, അതുകൊണ്ട് ഒരിക്കലും എന്ത് ചെയ്യില്ല? ദയ ഉപേക്ഷിക്കുകയും ചെയ്യല്ലേ. അത് ജബ് തക്ക് കടുമേ പ്രാൺ, അതായത് മനുഷ്യ ശരീരത്തിലെ കടന്ന് വെച്ചാൽ ശരീരം, പ്രാൺ ജീവൻ. മനുഷ്യ ശരീരത്തിൽ ജീവൻ ഉള്ളിടത്തോളം സമയം ദയെ കൈവിടുകയും ചെയ്യരുത് എന്നാണ് അദ്ദേഹം അറിയിക്കുന്നത്. അടുത്ത ദോഹം നോക്കിയേ. സജീവേ വൈദ്യ ഗുരു തീനി ജൗ പ്രിയ ബോൽ ഹി ഫയ ആസ് രാജധർമ്മ തൻ തീനി കർ ഹോയി ബേഗ് ഹി നാസെ. സജീവേ മന്ത്രി, വൈദ്യ ഗുരു അല്ലേ, ബോലിന സംസാരിക്കുക. ആസ് എന്ന് വെച്ചാൽ ആശ, പിന്നെ ഫയൊക്കെ അറിയാമല്ലോ. നോക്കിയേ, ആരൊക്കെയാണ്? മന്ത്രി, സജീവേ, വൈദ്യനെ, ഗുരു. ഈ 3 പേരും എന്താണെന്നൊക്കെ ഫയസെ എന്ന് വെച്ചാൽ ഭയത്തിൻ്റെ പേരിൽ പ്രിയങ്കരമായുള്ള പ്രിയ കാര്യങ്ങൾ മാത്രമേ ചെയ്യുള്ളൂ. അങ്ങനെ ചെയ്താൽ ആരൊക്കെയാണ്? രാജാവ് എന്നൊക്കെ മന്ത്രി, രാജാവിൻ്റെ മന്ത്രി, വൈദ്യൻ, ഗുരു, ഈ 3 പേരും
ഭയത്തിൻ്റെ പേരിൽ പ്രിയ കാര്യങ്ങൾ ചെയ്താൽ എന്തൊക്കെയാ നോക്കിയേ, രാജ് ധർമ്മത്തൻ, അതായത് രാജ്യം, പിന്നെ നോക്കിയേ ധർമ്മം എന്ന് വെച്ചാൽ ആരാധന, തൻ ശരീരം എന്നിവ മൂന്നും എന്ത് ചെയ്യുന്നു, ആ ഹോയി ബേഗ് ഹി എന്ന് വെച്ചാൽ പെട്ടെന്ന് നശിച്ചു പോവുകയും ചെയ്യും. അപ്പോൾ ഭയത്തിൻ്റെ പേരിൽ പ്രിയ കാര്യങ്ങൾ മാത്രം ഇവർ ചെയ്താൽ എന്തൊക്കെ നഷ്ടമാകും, രാജ്യം, ആരാധന, ശരീരം, ഇവ മൂന്നും പെട്ടെന്ന് നശിച്ചു പോവുകയും ചെയ്യും എന്ന് അദ്ദേഹം അറിയിക്കുന്നു. ഇനി അടുത്ത ദോഹ റഹീമാണ്. റഹീം അക്ബർ ചക്രവർത്തിയുടെ സദസ്സിലെ ആസ്ഥാന പണ്ഡിതന്മാരിൽ ഒരാളായിരുന്നു. അദ്ദേഹത്തിൻ്റെ പൂർണ്ണമായ നാമധേയം എന്തായിരുന്നു, അബ്ദുൾ റഹീം ഖാൻ എന്നായിരുന്നു. ഓക്കെ, അബ്ദുൾ റഹീം ഖാന എന്നാണ് അദ്ദേഹത്തിൻ്റെ പൂർണ്ണമായ നാമധേയം. ഇനി നോക്കിയിരിക്കുക, അദ്ദേഹത്തിൻ്റെ ദോഹകളിൽ എന്തൊക്കെയായിരുന്നു, ഭക്തി, നീതി, പ്രേം എന്നിവയൊക്കെ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ദോഹയിലേക്ക് നോക്കിയേ, മൻ മോത്തി അരു ദൂത്ത് രസ ഇൻകി സഹജ സുഹായേ ഫട്ട് ജായേ തോ ഇന്ന മിലേ കോഡിൻ കരോ ഉപായേ. മനസ്സെ മോത്തി മുത്തെ അരു പൂവെ ദൂത്ത് എന്ന് വെച്ചാൽ പാൽ, സഹജ സുഹായ് സ്വഭാവം, ഫട്ന ഇല്ലാതാകാൻ നശിക്കുക, കോടിക്കണക്കിന്. ഇനി നോക്കിയേ, മനസ്സെ മുത്തെ പൂവെ പാൽ അല്ലേ എന്നിവയ്ക്ക് അതിൻ്റേതായ സ്വഭാവം, തനതായിട്ടുള്ള സ്വഭാവം ഉണ്ട്. എനിക്ക് സഹജ സ്വഭാവമാണ്, അതായത് അതിൻ്റേതായ തനതായിട്ടുള്ള സ്വഭാവം ഇവയ്ക്ക് ഉണ്ട്. ഫട്ട് ജായേത്തോ, പക്ഷേ അത് ഒരു പ്രാവശ്യം നല്ല നിധി ചെയ്താൽ, അതായത് നശിച്ചു പോയാൽ, കേടായി പോയാൽ, അല്ലെങ്കിൽ പൊട്ടിപ്പോയാൽ, എത്ര പ്രാവശ്യം, 1 കോടി പ്രാവശ്യം, അല്ലെ നമ്മൾ എത്ര ശ്രമിച്ചാലും പഴയതുപോലെ ആകുകയും ചെയ്യില്ല, അല്ലെ ആയിത്തീരുകയും ചെയ്യില്ല. എന്തൊക്കെയാ നോക്കിയേ, മനസ്സെ മുത്തെ പൂവെ എക്സാമ്പിളാണ് പാൽ എന്നിവയ്ക്ക് അതിൻ്റേതായ സ്വഭാവം ഉണ്ട്. അതൊരു പ്രാവശ്യം കേടായാൽ അല്ലെ പൊട്ടിപ്പോയാൽ വീണ്ടും എന്ത് ചെയ്യുന്ന, എത്ര പ്രാവശ്യം ശ്രമിച്ചാലും അതിനെ എന്ത് ചെയ്യാൻ, പഴയതുപോലെ ആയിത്തീർക്കാൻ സാധിക്കില്ല എന്നാണ് റഹീമിൻ്റെ അഭിപ്രായം. ഇനി അടുത്ത് നോക്കിയേ, റഹിമൻ ദാഗ പ്രേമക്ക മത് തോരോ ചടക്കായെ ടൂട്ടേ പൈ ഫിർ നാ ജുരേ ഗാണ്ട് പരി ജായേ. റഹിമാൻ ദാഗ് എന്ന് വെച്ചാൽ ചരട്, പ്രേം, സ്നേഹം അല്ലേ, മത് എന്ന് വെച്ചാൽ ആരുടെ ചടക്കിന പൊട്ടുക എന്നാണ്. അദ്ദേഹം പറയാണ്, ഏതൊക്കെയെന്ന് റഹീം പറയുന്നു, സ്നേഹത്തിൻ്റെ, പ്രേമത്തിൻ്റെ അല്ലെ സ്നേഹത്തിൻ്റെ ചരട് എന്ത് ചെയ്താൽ പെട്ടെന്ന് അങ്ങനെ പൊട്ടാറില്ല, പൊട്ടിപ്പോകില്ല. എന്നാൽ ടൂട്ട് പൈ ഫിർ നാ ജുറേ, വീണ്ടും അത് ടൂട്ടായി, എന്നാൽ അത് പൊട്ടിപ്പോയാൽ അതിനെ എത്ര പ്രാവശ്യം നമ്മൾ എന്ത് ചെയ്താൽ കൂട്ടിച്ചേർത്താലും അത് ചേരുകയും ചെയ്യില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. കാണുന്ന വെച്ചാൽ കെട്ടെന്നാണ്. നമ്മൾ നോക്കിയേ, പ്രേമത്തിൻ്റെ അല്ലെ സ്നേഹത്തിൻ്റെ ചരട് അങ്ങനെ പൊട്ടിപ്പോകാറില്ല പെട്ടെന്ന്. എന്നാൽ അത് പൊട്ടിപ്പോയാൽ എത്ര പ്രാവശ്യം കൂട്ടിച്ചേർത്താലും അതങ്ങനെ പഴയതുപോലെ ആകില്ല, ചേരില്ല. അതായത് സൗഹൃദം തകർന്നാൽ അത് പഴയതുപോലെ ആകാൻ പ്രയാസം തന്നെ ആണ് എന്നാണ് റഹീമിൻ്റെ അഭിപ്രായം. അങ്ങനെ നമ്മൾ 3 കവികളുടെയും ഈ 2 ദോഹകൾ വെച്ച് പഠിച്ചു. നിങ്ങൾ ഇത് പഠിക്കണം നല്ലതുപോലെ. ഇതിൻ്റെ നോട്ട്സ് ആശയങ്ങൾ അടുത്ത ക്ലാസ്സിൽ തരും. പരീക്ഷയ്ക്ക് നല്ലതുപോലെ വായിച്ച് പഠിച്ച് വെച്ചിരിക്കുക കേട്ടോ. ഇന്നത്തെ ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ഒന്ന് ലൈക്ക് ചെയ്യുക, ഒന്ന് ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഓക്കെ.